ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അൻവറാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്ന് പറയുന്നത്, എന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ ഏലക്കയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് ഏലക്കകളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഏലക്കയിലെ ഏറ്റവും കൂടിയ മോഡലുകൾ, അതായത് വേരിയേഷൻസ് നമുക്ക് ഏതൊക്കെയാണ് വരുന്നതിനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് 8+ തൊട്ട് 3 ഉണ്ടാവുന്ന ഏലക്കയാണിത്. ഈ ഏലക്കയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് വെയിറ്റ് കുറവായിരിക്കും. ഇത് 8+ സൈസാണിത്. കണ്ടോ, ഞങ്ങളുടെ അടുത്ത് 65 കിലോ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നീളം കൂടുതലായിരിക്കും. ഇത് ഗ്രീൻ കളറാണ്, കണ്ടോ, ഫുൾ ഗ്രീൻ കളറായിരിക്കും. ഇത് വെയിറ്റും കുറവാണ്, നീളം കൂടുതലായിരിക്കും, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണിത്. ഗ്രീൻ കളർ കൂടുതലാണ്. ഇതാണ് 8+ൻ്റെ ഏറ്റവും കൂടിയ മോഡലുകൾ വരുന്നതാണ്. 8+ വരെയാണ് ഏലക്ക വരുന്നത്, അതിൽ ഏറ്റവും കൂടിയതാണ് ഇത്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഞങ്ങൾ ചെയ്യുന്നത് 8+ വരെയാണ്, അതിൽ ഏറ്റവും കൂടിയതാണ് 8+, 8.5ഉം 8ഉം. ഇതാണ് ഈ കാണുന്നത്. കണ്ടോ, നീളം കൂടുതലാണ്, ഗ്രീൻ കളറും കൂടുതലായിരിക്കും. തൊട്ട് മുകളിൽ തന്നെ ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ അതിൻ്റെ വേറൊരു സൈഡിലുണ്ടാകുന്ന ഏലക്കയാണ്. ഈ ഏലക്കയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 8+, ഇത് കുറച്ചും ഉരുണ്ട ടൈപ്പ് കായാണ്. കണ്ടോ, നീളവുമുണ്ട്, ഉരുണ്ടിട്ടുണ്ട്, എന്നാൽ വെയിറ്റ് കൂടുതലായിരിക്കും. ഈ ഏലക്ക വെച്ച് നോക്കുമ്പോൾ ഇതിന് വെയിറ്റ് കുറച്ച് കൂടുതലാണ്. കാരണം ഇതിന് വെച്ച് നോക്കുമ്പോൾ കണ്ടോ, സംഭവം രണ്ടും സെയിമാണ്, പക്ഷേ ഇത് കുറച്ച് ഉരുണ്ടതാണ്, കുറച്ച് നീളം കൂടുതലാണ്. പിന്നെ വരുന്നത് നമുക്ക് 80 തന്നെ വേറൊരു ടൈപ്പ് ഒരു ഏലക്കയാണിത്. ഇത് കണ്ടോ, ഇതിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം കണ്ടോ, ഇതാണ് ക്വാളിറ്റി. പിന്നെ നമുക്ക് വരുന്നത് എക്സ്പോർട്ട് ക്വാളിറ്റി 7 to 8 ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രീൻ കളർ കൂടുതലായിരിക്കും. ഇതിൽ ലൈനൊന്നും ഉണ്ടാവില്ല, ഏലക്കയുടെ മുകളിൽ ലൈനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ലൈൻ എന്താണ് ഞാൻ വേറൊരു പാക്കറ്റ് കാണിക്കുമ്പോൾ പറഞ്ഞുതരാം എന്താണ് ഈ ലൈനുള്ളത്. പിന്നെ വരുന്നത് ഇത് 7 to 8 തന്നെ സെയിം എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ കുറച്ചും കൂടി മിക്സഡ് ആയിട്ടുള്ള ടൈപ്പാണത്. ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ സെയിം പോലെ തോന്നും, പക്ഷേ ഇതിന് വ്യത്യാസമുണ്ട്. ഇതിന് കുറച്ച് വെയിറ്റും കുറവായിരിക്കും, പക്ഷേ ഇതിന് വെയിറ്റ് കൂടുതലാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിന് വെയിറ്റ് കുറച്ച് കുറവായിരിക്കും, പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്, ഫുൾ ഗ്രീൻ കളറായിരിക്കും. ഇനി ഏറ്റവും കുറഞ്ഞ ഏലക്കയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇത് ബൾക്ക് റിജക്റ്റഡ് എന്ന് പറയും. അതായത് ഞാൻ ലൈനിനെ കുറിച്ച് ആദ്യം പറയണ്ടായിരുന്നല്ലോ, ഈ കാണുന്നതാണ് ലൈൻ. കണ്ട, ഏലക്കയുടെ മുകളിൽ ഇങ്ങനെ ഒരു വര പോലെ വരും. ഇതിൻ്റെ പ്രത്യേകത ഇത് വില കുറവാണ്. ഇപ്പോൾ ഇത്രയും ഇരിക്കുന്ന ഏലക്കയിൽ ഏറ്റവും വില കുറവും ഇതാണ്. ബേസ് മോഡൽ എന്ന് പറയുന്നത് ഇതാണ് ഏലക്കയിൽ ഏറ്റവും വില കുറവ്. ഈ വില കുറവിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മാർക്കുകൾ ഉണ്ടാവും, പിന്നെ ഇതേപോലെ ലൈൻസ് ഉണ്ടാവും. കണ്ടോ, ലൈൻ, ഇതാണ് ലൈൻ. ഇതിവിടെ കണ്ടോ, ഇതൊക്കെയാണ് ലൈൻസ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും വില കുറവാണ്. ഇത് നമ്മൾ വളരെ വില കുറച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്, ഈ മോഡൽ. ഇതിന് ബൾക്ക് റിജക്റ്റഡ്. ഇത് ഏറ്റവും വില കുറവും. അതിൻ്റെ 7 to 8 വരുന്നത്. ഇനി 5 to 6 ഉണ്ട്, അതിനകത്ത് ഞാൻ വീഡിയോ ഇടുന്നില്ല. ഇപ്പോൾ 5 to 6ൻ്റെ സെയിം വിലക്കാണ് നമ്മൾ 7 to 8 കൊടുക്കുന്നത്. അപ്പോൾ വില എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ നീളം കുറയുമ്പോൾ കുറച്ചും വില കുറയും. ആ സെയിം വിലക്ക് നമ്മൾ 7 to 8 നമ്മൾ ഒറിജിനൽ എക്സ്പോർട്ട് ക്വാളിറ്റി കൊടുക്കും. പിന്നെ വരുന്നത് ഇതാണ് എക്സ്പോർട്ട് ക്വാളിറ്റി. ഇതും വെച്ച് നോക്കുമ്പോൾ ഇതിന് വെയിറ്റ് കുറച്ച് കൂടുതലാണ് ഈ കായ്ക്ക്. ഇത് 80 തന്നെയുള്ള വ്യത്യാസമുള്ള കായാണ്. അത് ഈ കാണുന്നത് 185, ഞങ്ങൾക്ക് 185 കിലോ സ്റ്റോക്കുണ്ട്. ഇതാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇത് കുറച്ച് ഉരുണ്ട ടൈപ്പ് കായാണ്. 8+ തന്നെ ഇത് രണ്ടും ഉണ്ട്, കണ്ടോ, ഇത് കുറച്ച് ഉരുണ്ടതാണ്. ഇത് നമ്മുടെ മൂന്നാറുള്ള നമ്മുടെ കായാണിത്. ഇതിന് നീളം കൂടുതലായിരിക്കും. ഇതിപ്പോൾ ഷോ ആയിട്ടൊക്കെ നമുക്ക് ഇതിന് കടയിലൊക്കെ എടുത്ത് വെക്കാൻ പറ്റും, ഭരണിയിലൊക്കെ. അതിനുവേണ്ടി ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ, ഇതിനൊന്നും ലൈൻ പോലും ഇല്ല, ഒരെണ്ണം പോലും ഡാമേജ് ഇല്ല. കണ്ടോ, ഇങ്ങനെയാണ് ക്വാളിറ്റി നോക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏലക്ക ഉണ്ടെങ്കിൽ ജസ്റ്റ് എടുത്ത് നോക്കുക, നിങ്ങൾ വാങ്ങിയിട്ടുള്ളത് ഇതിനകത്ത് ഏത് ടൈപ്പ് ക്വാളിറ്റിയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം നിങ്ങൾ വാങ്ങിയിട്ടുള്ള ക്വാളിറ്റി എന്താണെന്ന്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വാളിറ്റിയിൽ ആ സെയിം ക്വാളിറ്റിയിൽ
നമുക്കിവിടെ ഏലക്ക തരാൻ പറ്റും. ഈ മോഡൽ ഏലക്ക നമുക്ക് തരാൻ പറ്റും കൊച്ചിയിൽ. നിങ്ങൾക്ക് നല്ല വിലക്ക് നമുക്കിവിടെ തരാൻ പറ്റും കൊച്ചിയിൽ. പിന്നെ ഈ മോഡൽ ഏലക്ക നിങ്ങൾ വാങ്ങിയിട്ടുള്ളതിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വില കുറവാണ്. ഈ കാണുന്നത് ഈ പോലെ മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വില കുറവാണ്. ഇത് 8ലെ വില കുറഞ്ഞ മോഡലാണ്. ഇത് 8ലെ കുറച്ചും കൂടി വില കൂടിയതാണ്. ഇതിന് കുറച്ചും വെയിറ്റ് കൂടുതലായിരിക്കും, ഇതിന് കുറച്ചും കൂടി വെയിറ്റ് കുറവായിരിക്കും. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണിത്, കണ്ടോ. ഇത് വല്ല ബിരിയാണിയിലൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിട്ട് കിടക്കും. ബിരിയാണിയിലും കുഴിമന്തിയിലൊക്കെ ഇടണമെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ അതിന് എക്സ്പോർട്ട് ക്വാളിറ്റി. ഈ സെയിം സാധനം കൊച്ചിയിൽ നമുക്ക് ഏറ്റവും നല്ല വിലക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ അടുത്തൊക്കെ സ്റ്റോക്ക് ഉണ്ട്, 150 കിലോ സ്റ്റോക്ക് ഇപ്പോൾ ഇരിപ്പുണ്ട്. ഇതുണ്ടോ, ഇതൊന്നും റിജക്റ്റഡ് അല്ല. ഒരു അഴുക്ക് പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതിനകത്ത്. നല്ല സ്മെല്ലും ഉണ്ട് ഇതിന്, ക്വാളിറ്റി. പിന്നെ വരുന്നത് ഇത് കണ്ടോ, ഇത് 80 തന്നെയുള്ള വ്യത്യാസം കണ്ടോ. പിന്നെ വരുന്നത് ബേസ് മോഡൽ ബൾക്ക് റിജക്റ്റർ. ഇതാണ് സംഭവം, കണ്ടോ. ഇങ്ങനെ ലൈനൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏലക്കയുടെ വ്യത്യാസങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമുക്കിപ്പോൾ നമ്മൾ കൊച്ചിയിൽ ഇപ്പോൾ ഉള്ളത്, നമുക്ക് സ്റ്റോക്കുള്ളത് 7 to 8ഉം 8+ തന്നെ 3 വെറൈറ്റിയാണ് നമുക്കുള്ളത്. അതിൽ എക്സ്പോർട്ട് ക്വാളിറ്റിയുടെ 7 to 8 ഉണ്ട്, നോർമൽ 7 to 8 ഉണ്ട്. നോർമൽ എന്ന് പറയുമ്പോൾ ചെറിയ തരിയരിപ്പും ഉണ്ടാവും, ഇത്തിരി വെയിറ്റും ഉണ്ടാവും. ഇതാണ് ഫുൾ വെയിറ്റ് കൂടുതലായിരിക്കും. ഇതുണ്ടോ, ഇത് വെയിറ്റ് കൂടുതലായിരിക്കും. ഇത് കാണാൻ നല്ല ലുക്കായിരിക്കും. ഇത് 8+ വരുന്ന ഏലക്കയാണ്, കണ്ടോ. നീളം കൂടുതലായിരിക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഇതിനെക്കുറിച്ച് ഉണ്ടെങ്കിലോ ഇത് ആവശ്യമുണ്ടെങ്കിലോ ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.